എത്ര വിചിത്രമായും വേഗത്തിലുമാണ് ലോകത്തിലെ സംഭവങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നത്. ബദ്ധശത്രുക്കൾ എന്ന് വിചാരിക്കുന്നവർ ഉറ്റ സുഹൃത്തുക്കളായിട്ട് മാറുന്നത് നിമിഷ നേരം കൊണ്ടാണ്. അങ്ങനെ അത്ഭുതപ്പെടുത്തുന്ന ഒരു സൗഹൃദം ഇന്നലെ റഷ്യയും അഫ്ഗാനിസ്ഥാനും തമ്മിലുണ്ടായി. അവർ തമ്മിൽ ഒരു പട്ടാള ഉടമ്പടി, മിലിറ്ററി പാക്റ്റ് ഒപ്പിട്ടു. അഫ്ഗാനിസ്ഥാനിലെ മന്ത്രിമാർ റഷ്യയിൽ പോയി റഷ്യയിലെ വിദേശകാര്യ വകുപ്പുമായിട്ട് മേശയ്ക്ക് ചുറ്റുമിരുന്ന് ചായയൊക്കെ കുടിച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻസൊക്കെ ചർച്ച ചെയ്ത് ഒപ്പിട്ടു. ഇത് ലോകത്തിൽ വലിയൊരു അത്ഭുതമായിട്ട് എല്ലാവരും കാണുന്നു. റഷ്യ അഫ്ഗാനിസ്ഥാനെ കഴിഞ്ഞ വർഷം തന്നെ രാജ്യമായിട്ട് അംഗീകരിച്ചിരുന്നു. അമേരിക്കയെ ഭയന്ന് അഫ്ഗാനിസ്ഥാനെ മറ്റ് രാജ്യങ്ങൾ അംഗീകരിച്ചിരുന്നില്ല. റഷ്യയ്ക്ക് മുമ്പ് തന്നെ ഭാരതം അഫ്ഗാനിസ്ഥാനുമായിട്ട് നല്ല ടേംസിലായിരുന്നു. നമ്മളുടെ ഉദ്ദേശം ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ: പാകിസ്ഥാൻ്റെ ശത്രു നമ്മുടെ മിത്രം. ഇത്രയുമാണ് നമ്മളുടെ പരിഗണന. അപ്പോൾ പാകിസ്ഥാന് പടിഞ്ഞാറ് വശത്ത് നിന്ന് ഒരു പ്രഷർ കൊടുക്കാൻ അഫ്ഗാനിസ്ഥാൻ സഹായിക്കും. അതുകൊണ്ട് അഫ്ഗാനിസ്ഥാനെ നമ്മളും സഹായിച്ചുകൊണ്ടിരുന്നു. അഫ്ഗാനിസ്ഥാന് നമ്മുടെ മേൽ പ്രത്യേകിച്ച് ദേഷ്യമൊന്നുമില്ല. കാര്യം അവർ താലിബാനികളൊക്കെയാണ്, ഹിന്ദു വിരുദ്ധന്മാരാണ്, മറ്റെല്ലാ മതങ്ങൾക്കും വിരുദ്ധരൊക്കെ ആണെങ്കിലും അന്താരാഷ്ട്ര തലത്തിൽ സിവിലൈസ്ഡായിട്ട് ബിഹേവ് ചെയ്യാൻ അവർ പഠിച്ചു. നമ്മളും അപ്പോൾ വിചാരിച്ചു, ലോകത്തിൽ എത്രയോ മുസ്ലിം രാജ്യങ്ങളുണ്ട്, മറ്റ് മതങ്ങളെ ഒന്നും കയറ്റാത്തവർ, മറ്റ് മതങ്ങൾ കയറിയാൽ തന്നെ അവർക്ക് ഫണ്ടമെൻ്റൽ റൈറ്റ് കൊടുക്കാത്തവർ. ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളൊക്കെ ഇല്ലേ, എല്ലാം മുസ്ലിം രാജ്യങ്ങളാണ്. പക്ഷേ എന്ന് വെച്ച് മറ്റേതെങ്കിലും രാജ്യത്തെ ആളിന് അവർ പൗരത്വം കൊടുക്കുമോ? ഇല്ല. അവിടുത്തെ ആൾക്കാർ മാത്രമാണ് അവിടുത്തെ പൗരന്മാർ. ബാക്കിയുള്ളവരൊക്കെ ജോലി ചെയ്ത് ശമ്പളം വാങ്ങിച്ച് തിരിച്ചു പോകാനുള്ളവരാണ്. പക്ഷേ അവരുമായിട്ട് നമ്മൾ അടുപ്പത്തിൽ പ്രവർത്തിക്കുന്നില്ലേ? ഉണ്ട്. ലോകത്തിൽ പലവിധ സ്വഭാവങ്ങളുള്ള രാജ്യങ്ങളുണ്ട്. ഇന്ന സ്വഭാവക്കാരുമായിട്ട് മാത്രമേ ഞാൻ അടുത്ത് പെരുമാറുള്ളൂ എന്ന് പറഞ്ഞാൽ ലോകത്തിൽ നമുക്ക് അടുത്ത് പെരുമാറാവുന്ന രാജ്യങ്ങളുടെ എണ്ണം 4, 5, 10 ഒക്കെ ആയിട്ട് ചുരുങ്ങിപ്പോകും. അതുകൊണ്ട് നമ്മളും താലിബാനുമായിട്ട് നല്ല ബന്ധത്തിൽ കഴിഞ്ഞു വരുന്നു. അപ്പോഴാണ് റഷ്യ 2015 ഔദ്യോഗികമായിട്ട് അഫ്ഗാനിസ്ഥാനെ ഒരു രാജ്യമായിട്ട് അംഗീകരിക്കുന്നത്. അഫ്ഗാനിസ്ഥാന് മറ്റ് പല രാജ്യങ്ങളിലും ഉള്ള പണം, ഡെപ്പോസിറ്റ്, അതെല്ലാം ഫ്രീസ് ചെയ്തിരിക്കുകയാണ്. അമേരിക്കയുടെ ഉപരോധമാണ്. റഷ്യ പറഞ്ഞു, എൻ്റെ ബാങ്കിൽ നിങ്ങളുടെ പണമുണ്ടെങ്കിൽ ഞാനത് റിലീസ് ചെയ്യുന്നു, നിങ്ങൾക്ക് എല്ലാവിധ സഹായവും ചെയ്യാൻ ഞാൻ തയ്യാറാണ്, സൈനിക സഹായം ചെയ്യാൻ തയ്യാറാണെന്നാണ് ഇന്നലത്തെ കരാറിൽ റഷ്യ പറഞ്ഞിരിക്കുന്നത്. സൈനിക സഹായം എന്ന് പറയുമ്പോൾ വലിയ യുദ്ധവിമാനങ്ങളോ മിസൈലുകളോ അങ്ങനെയൊന്നും കൊടുക്കും എന്ന് ആരും പ്രതീക്ഷിക്കുന്നില്ല. അതിൻ്റെ ആവശ്യം അഫ്ഗാനിസ്ഥാനുണ്ട്, പാകിസ്ഥാനെ ആക്രമിക്കാൻ വേണ്ടിയിട്ട്. പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ചരിത്രപരമായിട്ട് ഉള്ള വഴക്ക് എത്രയോ കാലമായിട്ട് കുത്തിപ്പൊങ്ങി വന്നിട്ടുണ്ട്. അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ അധികാരത്തിൽ വന്നപ്പോൾ ഏറ്റവും സന്തോഷിച്ച് തുള്ളിച്ചാടിയത് പാകിസ്ഥാനാണ്. പാകിസ്ഥാൻ വിചാരിച്ചു, ഞങ്ങൾ മുസ്ലിം, അഫ്ഗാനിസ്ഥാനും മുസ്ലിം, നമുക്ക് രണ്ടുപേർക്കും കൂടെ ഇന്ത്യയെ അങ്ങ് ഭക്ഷിച്ച് കളയാം എന്ന് വിചാരിച്ചു. പക്ഷേ താലിബാൻ പറഞ്ഞു, ഞങ്ങളില്ല, ഞങ്ങൾ നിന്നെ തീർക്കാനാണ് വന്നത്. അപ്പോൾ ഇവർ തമ്മിൽ ഡ്യൂറൻറ്റ് ലൈൻ എന്ന് പറഞ്ഞിട്ട് ഒരു അതിർത്തിയുണ്ട്. ആ അതിർത്തിയെ ചൊല്ലി പണ്ട് മുതൽ തർക്കമുണ്ട്. ആ തർക്കം വർദ്ധിച്ചാണ് ഇപ്പോൾ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും അന്യോന്യം വഴക്കടിക്കുന്നത്. അഫ്ഗാനിസ്ഥാന് വലിയ ആയുധശക്തിയൊന്നുമില്ല. വാസ്തവത്തിൽ പാകിസ്ഥാൻ ഗൗരവമായിട്ട് ആക്രമിച്ചു കഴിഞ്ഞാൽ അഫ്ഗാനിസ്ഥാൻ തകർന്നു പോകും കേട്ടോ. അത്രയ്ക്കുള്ള ശക്തിയൊക്കെ പാകിസ്ഥാനുണ്ട്. പക്ഷേ അത് എസ്കലേറ്റ് ചെയ്യാതെ പാകിസ്ഥാൻ ഇങ്ങനെ കൊണ്ടുപോവുകയാണ്. എസ്കലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പലവിധ ദോഷങ്ങൾ വരും. അഫ്ഗാനിസ്ഥാനെ സഹായിക്കാനും ആളൊക്കെ വരും. ഏതായാലും പാകിസ്ഥാൻ ഇങ്ങനെയൊക്കെ മോഹിച്ചിരിക്കുമ്പോഴാണ് റഷ്യയുമായിട്ട്
ഒരു പട്ടാളക്കരാർ, മിലിറ്ററി പാക്റ്റ് അഫ്ഗാനിസ്ഥാൻ സൈൻ ചെയ്തിരിക്കുന്നു. അതോടെ റഷ്യ കുറേയധികം എക്യുപ്മെൻറ്റ്സ് അഫ്ഗാനിസ്ഥാന് കൊടുക്കും എന്നുള്ളത് ഉറപ്പാണ്. കൂടുതൽ സാധനങ്ങൾ വാങ്ങാനുള്ള പൈസയും അഫ്ഗാനിസ്ഥാൻ്റെ കയ്യിലില്ല. പക്ഷേ ഇതിൽ ഇപ്പോൾ ഏറ്റവും അധികം കുരുങ്ങിയിരിക്കുന്നത് ഡൊണാൾഡ് ട്രംപാണ്, അമേരിക്കയാണ്. അമേരിക്ക അഫ്ഗാനിസ്ഥാൻ താലിബാന് വിട്ടുകൊടുത്തിട്ട് ഇറങ്ങിപ്പോവുകയായിരുന്നു, ഉപേക്ഷിക്കുകയായിരുന്നു 2020. ഉപേക്ഷിക്കുമ്പോൾ തങ്ങളുടെ പട്ടാളക്കാരെ മുഴുവൻ അമേരിക്ക കൊണ്ടുപോയെങ്കിലും ഒരുപാട് ആയുധങ്ങൾ അഫ്ഗാനിസ്ഥാനിൽ ഉപേക്ഷിച്ചിട്ട് പോയി. അതിൽ തോക്കുണ്ട്, ഗ്രനേഡുണ്ട്, ചെറിയ ഈ റോക്കറ്റ് പ്രൊപ്പല്ലറുണ്ട്, ടാങ്കുണ്ട്, ഇതുപോലെ ഏകപ്പെട്ട ആയുധങ്ങൾ ഉപേക്ഷിച്ചിട്ട് പോയി. കൂടാതെ അഫ്ഗാനിസ്ഥാനിൽ വലിയൊരു അമേരിക്കൻ ബേസ് ഉണ്ടായിരുന്നു, ബാഗ്രാം. ഈ ബാഗ്രാം ബേസ് കയ്യിൽ തന്നെ വയ്ക്കണം എന്ന് അമേരിക്കയോട് പലരും ആവശ്യപ്പെട്ടെങ്കിലും അമേരിക്കയ്ക്കുള്ളിൽ നിന്ന് തന്നെ ആവശ്യം ഉയർന്നെങ്കിലും അമേരിക്ക പറഞ്ഞു ബാഗ്രാമൊക്കെ പോകാൻ പറയും, ഇതുകൊണ്ട് എന്ത് പ്രയോജനം എന്നൊക്കെ പറഞ്ഞിട്ട് അതും ഉപേക്ഷിച്ചിട്ട് പോയി. ഇന്നിപ്പോൾ അമേരിക്കയ്ക്ക് ഖേദമുണ്ട്. കുറേ കാലമായിട്ട് ഈ ഇറാൻ പ്രശ്നം വന്നു കഴിഞ്ഞപ്പോൾ ഇറാൻ്റെ വടക്കുവശത്താണല്ലോ ഈ അഫ്ഗാനിസ്ഥാൻ, വടക്ക് കിഴക്ക് എന്നൊക്കെ പറയാം. അപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ ഒരു എയർബേസ് ഉണ്ടായിരുന്നെങ്കിൽ ഇറാനെ ആക്രമിക്കാൻ അമേരിക്കയ്ക്ക് എത്ര എളുപ്പമായേനെ. തൊട്ടടുത്ത അയൽവക്കത്ത് ഒരു മിലിറ്ററി ബേസ് ഉണ്ട്, അത് വെച്ചിട്ട് ഇറാനെ ആക്രമിക്കാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ പക്ഷേ അത് കയ്യിൽ നിന്ന് പോയ ബുദ്ധി ആന പിടിച്ചാൽ തിരിച്ച് കിട്ടുകയില്ലല്ലോ. അതേസമയം ഇറാനെ ആക്രമിക്കാൻ ഗൾഫിലെ അമേരിക്കൻ ബേസസ് ഉണ്ട്, ഖത്തറിൽ, ബഹ്റൈനിൽ, സൗദിയിലൊക്കെ ബേസസ് ഉണ്ട്. ബേസസ് ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല, എന്നാലും വേറൊരു വശത്തൂടെ ഇറാനെ ശ്വാസം മുട്ടിക്കാൻ സാധിക്കുമായിരുന്നു എന്നൊരു ഖേദം അമേരിക്കയ്ക്കുണ്ട്. അതുകൊണ്ട് ബാഗ്രാം എയർബേസ് തിരിച്ചു കിട്ടുമോ എന്ന് താലിബാനും ഒരു ഫീലറൊക്കെ അയച്ചിട്ടിരിക്കുകയായിരുന്നു അമേരിക്ക. അതിന് താലിബാൻ വലിയ മറുപടിയൊന്നും കൊടുത്തില്ല. അതേസമയം ഇപ്പോൾ റഷ്യയുമായി ടൈപ്പ് ആയതോടുകൂടി അമേരിക്കയുടെ ഈ ബേസ് തിരിച്ചു കിട്ടുക എന്നുള്ള മോഹം അവസാനിച്ചു. ഇനി അത് നടക്കും തോന്നുന്നില്ല. അതിൻ്റെ കൂടെ അമേരിക്കയാണ് ഈ ബാഗ്രാം ബേസ് തിരിച്ച് ഞാൻ വാങ്ങിച്ചു തരാൻ ചേട്ടൻ ചുമ്മാ ഇരിക്കുന്നത്, അതൊക്കെ നമ്മുടെ ആൾക്കാരല്ലേ, ഞമ്മൻ്റെ ആൾക്കാരാണെന്നൊക്കെ പറഞ്ഞിട്ട് പാകിസ്ഥാൻ വലിയ ഡീക്കടി. പാകിസ്ഥാനി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് അമേരിക്കയാണെങ്കിൽ പാകിസ്ഥാൻ ചാടി വീണിട്ട് അതൊക്കെ ഞാനിപ്പോൾ ശരിയാക്കി തരാമെന്ന് പറയും. ഒടുവിൽ പാകിസ്ഥാനെ കൊണ്ട് ഒരു ചുക്കും നടക്കുകയുമില്ല. അപ്പം ഇതുപോലെ ബാഗ്രാം എയർബേസ് ഞാൻ വാങ്ങിച്ചു തരാം, ഞാൻ സംസാരിക്കാം അവരോട്, ഞാൻ പറഞ്ഞാൽ അവർ കേൾക്കുമെന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷേ ഒരു ചുക്കും നടന്നില്ല. അവർക്ക് തോന്നിയ പോലെ അവർ പ്രവർത്തിച്ചു. റഷ്യയുമായി കൂട്ടുകെട്ടിലായി. റഷ്യയ്ക്ക് ഈ യുക്രൈനെ ഒതുക്കാനായിട്ട് ഉക്രൈൻ്റെ ചുറ്റുവട്ടത്ത്, വാസ്തവത്തിൽ ഉക്രൈനിൽ നിന്ന് ഒരു 3500 കിലോമീറ്റർ തെക്ക് മാറിയാണ് അഫ്ഗാനിസ്ഥാൻ. 3500 3500 തെക്ക് വശത്ത് ഒരാളിരിക്കട്ടെ എന്നാണ് റഷ്യയുടെ തീരുമാനം. അഫ്ഗാനിസ്ഥാനും റഷ്യയ്ക്കും ഇടയിൽ ബാക്കി താജിക്കിസ്ഥാൻ, തർക്ക്മേനിസ്ഥാൻ ഇതുപോലെയുള്ള സ്ഥാനുകളൊക്കെ ഉണ്ട്. ഇതൊക്കെ കഴിഞ്ഞാണ് യുക്രൈൻ വരുന്നത്. എന്നാൽ പോലും ഇരിക്കട്ടെ ഒരാൾ, നമുക്കൊരു പിടി വേണമല്ലോ. പാകിസ്ഥാനാണെങ്കിൽ അമേരിക്കയുടെ കയ്യിലാണ്, അല്ലെങ്കിൽ ചിലപ്പോഴൊക്കെ ചൈനയോടും ചേരും. പക്ഷേ റഷ്യയും പാകിസ്ഥാനും തമ്മിൽ അങ്ങനെ ഒരു ബന്ധമില്ല. എന്നാലൊട്ട് ദേഷ്യമോ വഴക്കോ ഇല്ല, ബട്ട് അത്ര സുഖമില്ല. ഇതാണ്, ഒരു ഇൻഡിഫറൻ്റാണ് രണ്ടുപേരും. അപ്പോൾ എന്നാൽ പിന്നെ അഫ്ഗാനിസ്ഥാൻ എന്ന് റഷ്യ തീരുമാനിച്ചു. പുട്ടിൻ്റേതായ ചില പ്രിയോറിറ്റീസ് ഉണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ട ഇൻ്റർനാഷണൽ നേതാക്കളിൽ ഒരാളാണ് പുടിൻ. ഒന്നാം നമ്പർ നെതന്യാഹു തന്നെയാണ് കേട്ടോ. ഞാൻ ഇവരൊക്കെ നല്ലവരാണെന്നോ നല്ല സ്വഭാവക്കാരാണെന്നോ മനസ്സാക്ഷിയുള്ളവരാണെന്നോ ഒന്നുമല്ല ഞാൻ പറയുന്നത്. പൊതുവെ വാക്കിന് വ്യവസ്ഥയുള്ളവരാണ്. അവർ ചെയ്യുമെന്ന് പറഞ്ഞാൽ ചെയ്യും, ചെയ്യില്ല എന്ന് പറഞ്ഞാൽ ചെയ്യില്ല. അനാവശ്യമായിട്ട് വളവള വർത്തമാനം പറയുകയുമില്ല. ഇത് പുടിൻ്റെയും നെതന്യാഹുവിൻ്റെയും പ്രത്യേകതകളാണ്.
അപ്പോൾ അതുകൊണ്ട് പുടിൻ അക്കാര്യത്തിൽ മാന്യനാണ്. പുള്ളി ചെയ്യുന്നതെല്ലാം മാന്യമായ പ്രവൃത്തി അല്ല എന്ന് ഞാൻ പറയുന്നത്. ഈ ഒരു കാര്യത്തിന് നമുക്കൊരു പ്രെഡിക്റ്റബിൾ ബിഹേവിയർ ഉണ്ടല്ലോ. ഈ മനുഷ്യൻ ഇന്ന കാര്യത്തിൽ ഇന്ന നിലപാടെടുക്കും. ഇപ്പോൾ പുടിൻ എടുത്ത നിലപാടിനെ നമുക്ക് വിമർശിക്കാൻ സാധ്യമാണോ? ഇല്ല. ഇന്ത്യക്ക് അനുകൂലമായ നിലപാടല്ലേ ആണ്. വാസ്തവത്തിൽ അഫ്ഗാനിസ്ഥാൻ, ഇന്ത്യ, റഷ്യ ഇങ്ങനെ ഒരു ആക്സിസാണ് പുടിൻ ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മൾ റഷ്യയുമായിട്ട് സാമാന്യം നല്ല ബന്ധത്തിലാണ്. ഈ എല്ലാ ബന്ധങ്ങളും ഉണ്ടല്ലോ റിലേഷൻ ഓഫ് കൺവീനിയൻസ് ആണ്. സൗകര്യത്തിന് വേണ്ടിയിട്ടുള്ള ബന്ധങ്ങളാണ് ലോകരാജ്യങ്ങളെല്ലാം തമ്മിൽ. ഇപ്പോൾ റഷ്യയും ചൈനയും തമ്മിൽ നല്ല ബന്ധത്തിലാണ്. അതും പക്ഷേ സൗകര്യം ഉള്ളത് കൊണ്ടുള്ള ബന്ധമാണ്. വാസ്തവത്തിൽ റഷ്യയുടെ ഏറ്റവും വലിയ ശത്രു ഈ അടുത്ത കാലത്ത് ഇൻ്റർനാഷണൽ ജേർണൽസ് എല്ലാം റിപ്പോർട്ട് ചെയ്തിരുന്നു. റഷ്യയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ഏറ്റവും വലിയ ശത്രു ചൈനയാണ്. എന്നാലോ അവരിപ്പോൾ നല്ല ഗുഡ് ടേംസിലാണ്. അപ്പോൾ റഷ്യയിൽ നിന്ന് ഒരു എണ്ണ പൈപ്പ് ലൈൻ ചൈനയിലേക്ക് ഇടാനായിട്ട് കഴിഞ്ഞ തവണ ആലോചിച്ചു. അതിനു വേണ്ടിയിട്ടാണ് പുടിൻ ബെയ്ജിങ്ങിലേക്ക് പോയത്. പക്ഷേ ചൈന സമ്മതിച്ചില്ല. ചൈനയ്ക്ക് എണ്ണ വേണ്ടേ. ഇറാനിൽ നിന്നുള്ള എണ്ണ മുടങ്ങിയിരിക്കുന്നു, വെനീസുലയിൽ നിന്നുള്ള എണ്ണ മുടങ്ങിയിരിക്കുന്നു. ചൈനയ്ക്കൊരു ക്രൈസിസ് ഉണ്ട്. ബട്ട് സ്റ്റിൽ റഷ്യയിൽ നിന്ന് ഇപ്പോഴും ചൈന എണ്ണ വാങ്ങുന്നുണ്ട്. പക്ഷേ ഒരു ഡയറക്റ്റ് പൈപ്പ് ലൈൻ അത് ചൈന പറഞ്ഞു വരട്ടെ ചേട്ടാ, നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞു. ഇതാണ് അവർ തമ്മിലുള്ള ബന്ധം. നമ്മളും ചൈനയും തമ്മിൽ ഇപ്പോൾ ന്യൂട്രലാണ്, വഴക്കൊന്നുമില്ല. എന്നാൽ സ്നേഹത്തിലാണോ? ഏയ്, അങ്ങനെ സ്നേഹത്തിലൊന്നുമല്ല. തൽക്കാലം ഈ അമേരിക്കയുടെ ശല്യം ഉള്ളതുകൊണ്ട് നമ്മൾ രണ്ടുപേരും ഒന്നാണെന്നൊക്കെ പറയും നടക്കുന്നു. ബ്രിക്സ് ആണ് എന്നൊക്കെ പറയും. ഈ ബ്രിക്സിനുള്ളിൽ തന്നെ ചൈനയെ നമുക്കറിയാം, ഇവൻ തുരപ്പനാണ്. ഇവൻ ഏത് നിമിഷവും നമ്മളെ തുരക്കും. അത് സൂക്ഷിച്ചും കണ്ടുമാണ് നമ്മൾ നിൽക്കുന്നത്. ചൈനയ്ക്കും ഇതറിയാം. ഇന്ത്യക്കാരും ചൈനയിൽ നിന്ന് ഒരുപാട് സാധനങ്ങളൊക്കെ വാങ്ങുന്നൊക്കെയുണ്ട്. ആ ബിസിനസ്സൊക്കെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് ചൈനയും ഈ ഹി എന്നൊക്കെ പറഞ്ഞ് ചിരിച്ചുകൊണ്ടിരിക്കുന്നതല്ലാതെ നമ്മളോട് വലിയ സ്നേഹമൊന്നും ചൈനയ്ക്കും ഇല്ല. നമ്മളുടെ കണ്ണ് തെറ്റിക്കഴിഞ്ഞാൽ ചൈന നമ്മളെ സ്ഥലം അടിച്ചുകൊണ്ട് പോകുന്ന അവസ്ഥയാണ്. അവരുടെ സൈനിക വിന്യാസമൊന്നും അവർ കുറച്ചിട്ടില്ല. നമ്മളുടെ സൈനിക വിന്യാസം അതിർത്തിയിൽ നമ്മളും കുറച്ചിട്ടില്ല. ഇതാണ് അവസ്ഥ. അങ്ങനെ ഇരിക്കുമ്പോൾ ഇപ്പോൾ അഫ്ഗാനിസ്ഥാനും റഷ്യയും തമ്മിൽ അടുത്തിരിക്കുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് നല്ലൊരു വാർത്തയാണ്. റഷ്യ പറ്റുമെങ്കിൽ അഫ്ഗാനിസ്ഥാന് കൂടുതൽ ആയുധങ്ങളൊക്കെ കൊടുത്തിട്ട് അത് കുറേ എണ്ണം കൊണ്ടുപോയിട്ട് പാകിസ്ഥാൻ്റെ നെഞ്ചത്തിട്ട് ഇവനെ ഒന്ന് ക്ഷീണിച്ച് നിർത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു സ്വസ്ഥതയുണ്ടാകും. ഇപ്പോഴും സ്വസ്ഥത കുറവൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ അടുത്ത കാലത്തൊന്നും പാകിസ്ഥാൻ അനങ്ങുന്നില്ലല്ലോ. കാശ്മീരിൽ നിന്ന് നുഴഞ്ഞുകയറ്റക്കാർ അത് ഇത് ആ പരിപാടിയൊക്കെ ഇപ്പോൾ ഇച്ചിരി കുറഞ്ഞിരിക്കുകയാണ്. ഇനി എപ്പോഴാണ് അത് കൂടുന്നതെന്ന് അറിഞ്ഞുകൂടാ. ഏതായാലും ഇപ്പോൾ പാകിസ്ഥാൻ ഇറാൻ്റെ പിന്നാലെയും അമേരിക്കയുടെ പിന്നാലെയും ഓടി ഓടി തളർന്നിരിക്കുകയാണ്. ഒരു നെഗോസിയേഷനും പാകിസ്ഥാൻ്റെ നടക്കുന്നില്ല. തൊട്ടതെല്ലാം പരാജയമായിരിക്കുന്നു. അതിൻ്റെ കൂടെയാണ് ഈ അഫ്ഗാനിസ്ഥാൻ എണീറ്റ് നിൽക്കുന്ന അവസ്ഥ. ചരിത്രം പലപ്പോഴും ക്രൂരമായും അപഹാസ്യമായും ചിരി വരുന്ന രീതിയിലുമൊക്കെ ആവർത്തിക്കും. ഏത് സോവിയറ്റ് യൂണിയനെ തോൽപ്പിക്കാനാണോ അമേരിക്ക താലിബാന് രൂപം കൊടുത്തത്, ആ താലിബാൻ അതേ സോവിയറ്റ് യൂണിയൻ്റെ പിന്നത്തെ രൂപമായ റഷ്യയുമായിട്ട് കരാർ ഒപ്പിട്ടിരിക്കുന്നു. ഇതാണ് ചരിത്രത്തിൻ്റെ തമാശ. സോവിയറ്റ് യൂണിയൻ അഫ്ഗാനിസ്ഥാൻ കീഴടക്കി 1979. അപ്പോൾ അന്ന് ബ്രഷ്നേവായിരുന്നു. വാസ്തവത്തിൽ ഗോസിപ്പായിട്ടാണെങ്കിലും ഒരുപാട് സ്ഥലത്ത് റെക്കോർഡുള്ളത് ബ്രഷ്നേവ് ആഴ്ച പൂസായി രാത്രി 11 മണിക്കാണ് റഷ്യൻ പട്ടാളത്തോട് പറയുന്നത്, കയറി അടിക്കടാ അഫ്ഗാനിസ്ഥാനിൽ. അവർ കയറി അടിക്കുന്നു. നേരം വെളുത്തപ്പോൾ ബ്രഷ്നേവ് പരിഭ്രമിച്ചു. അല്ല, ഇതെന്താ ഈ കാണിച്ചത്? അല്ല, ചേട്ടനല്ലേ പറഞ്ഞു അടിക്കാൻ. ഞാൻ അങ്ങനെ പറഞ്ഞോ? എടാ, ഞാൻ ഇച്ചിരി വെള്ളപ്പുറത്തായിരുന്നു. അപ്പോഴത്തേക്ക് ഇവിടെ അടി കഴിഞ്ഞു. അങ്ങനെ കിടന്നിട്ട് 89 കഴിഞ്ഞപ്പോൾ 10 വർഷം എടുത്തു അമേരിക്ക
ഈ റഷ്യ അന്ന് സോവിയറ്റ് യൂണിയനാണ്. സോവിയറ്റ് യൂണിയൻ അഫ്ഗാനിസ്ഥാനിൽ കയറി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ക്ഷീണം അമേരിക്കയ്ക്കല്ലേ. കോൾഡ് വാറിൻ്റെ സമയമാണ്. മറ്റൊരാൾ ജയിച്ചു എന്ന് വരുന്നത് ഇയാൾക്ക് ക്ഷീണമാണ്. എന്നാൽ നേരിട്ട് യുദ്ധത്തിൽ ഏർപ്പെടാനും പറ്റില്ല. അതുകൊണ്ട് അഫ്ഗാനിസ്ഥാനിൽ കുത്തിത്തിരിപ്പുണ്ടാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് മുജാഹിദീൻ എന്ന് പറഞ്ഞിട്ട് മുസ്ലിം തീവ്രവാദികളെ അമേരിക്ക തന്നെ സംഘടിപ്പിക്കുന്നത്. ആ തീവ്രവാദികൾ പിന്നെ പോയിട്ടാണ് താലിബാനാകുന്നത്. താലിബ് എന്ന് പറഞ്ഞാൽ സ്റ്റുഡൻ്റാണ്. സ്റ്റുഡൻസ് എന്നുള്ള പ്ലൂറലാണ് താലിബാൻ. അത് പല രീതിയിൽ പല ഭാഷയിലൊക്കെ പറയും. ഏതായാലും ഇപ്പോൾ താലിബാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലക്കെട്ടും താടിയും വെച്ച ഇസ്ലാമിക തീവ്രവാദികൾ എന്നാണ് അർത്ഥം. അല്ലാതെ സ്റ്റുഡൻ്റ് എന്നോ സ്റ്റുഡൻസ് എന്നോ ഒന്നുമല്ല. ഞാനതിൻ്റെ വാക്കിൻ്റെ ഉത്ഭവം നിങ്ങളോട് പറഞ്ഞതേ ഉള്ളൂ. ഇങ്ങനെ 79-ൽ സോവിയറ്റ് യൂണിയൻ ആക്രമിച്ച് 89-ൽ സോവിയറ്റ് യൂണിയനെ തോൽപ്പിച്ച് മുജാഹിദീൻ്റെ കയ്യിലെത്തുകയും പിന്നീട് അമേരിക്കയുടെ കയ്യിലെത്തുകയും 2020-ൽ അമേരിക്ക ഏകപക്ഷീയമായിട്ട് അബാൻഡൻ ചെയ്ത് ഉപേക്ഷിച്ചിട്ട് ഇറങ്ങിപ്പോവുകയും ചെയ്ത അഫ്ഗാനിസ്ഥാൻ ഇപ്പോൾ 2026-ൽ വീണ്ടും തിരിച്ച് പഴയ റഷ്യയുടെ കയ്യിലേക്ക് പോയിരിക്കുന്നു. അപ്പോൾ കാലചക്രം മുഴുവനായിരിക്കുന്നു. ഇനിയും പുതിയ ഇവിടം കൊണ്ട് തീരുന്നില്ല. ഇനി ഇതെങ്ങോട്ട് പോകുമെന്ന് പറയാനാകുന്നില്ല. നമുക്ക് കാത്തിരുന്ന് ഈ കളി കാണുക മാത്രമേ മാർഗമുള്ളൂ. താങ്ക് യു.